ജലവിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ജല അതോറിറ്റി ജീവനക്കാരെ പൂട്ടിയിട്ടു. വൈപ്പിൻ മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിലാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. 2 ആഴ്ചയായി കുടിവെള്ള വിതരണം മുടങ്ങിയെന്നാണ് പരാതി. സജോ ദേവസ്യ ചേരുന്നു. സജോ, നാട്ടുകാരാണോ ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത്? ഈ ജല അതോറിറ്റി ഓഫീസിൽ അധികൃതരെ പൂട്ടിയിട്ടിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അവരുന്നയിക്കുന്ന പരാതി എത്രത്തോളം ഗൗരവതരമാണ്? എത്ര ദിവസമായി അവർക്ക് വെള്ളം കിട്ടിയിട്ട്? റോഷി, ഞാൻ നിൽക്കുന്നത് വൈപ്പിൻ മാലിപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിലാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയമാണ്. ഇവിടുത്തെ ജീവനക്കാരെ നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നാട്ടുകാരടക്കമുള്ളവരുണ്ട്. അവർ പറയുന്നത് ഇളക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 19, 21 വാർഡുകളിൽ 2 ആഴ്ചയായി കുടിവെള്ളമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ അങ്ങോട്ടേക്കുള്ള ജീവനക്കാരുടെ ഓഫീസാണ്, അത് പൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഫീൽഡ് ഓഫീസർമാരുടെ അവിടുത്തെ ഓഫീസും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകളോടുകൂടി നമുക്ക് ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? എന്താണ് ഇങ്ങനെ ജീവനക്കാരെയൊക്കെ പൂട്ടിയിടേണ്ട ഒരു സാഹചര്യം? എന്താണ്? 14 ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും അവർ ആളെ വിടാം എന്ന് പറഞ്ഞ് ഒന്നരാടം കൂടുമ്പോൾ ഓരോ കോൺട്രാക്ടർമാർ വരും, അവരവിടെ വെട്ടിപ്പൊളിച്ചിട്ട് പോകും. അവർക്ക് പിറ്റേ ദിവസം അവർ പറയും, പിറ്റേ ദിവസം വരും. ഇന്നലെയും ഞങ്ങൾ വിളിച്ചപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കാലത്തെ വെള്ളം തരാമെന്ന് പറഞ്ഞത്. എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞു. ഇന്ന് രാവിലെയും അവിടുത്തെ കോൺട്രാക്ടർമാർ വരികയും അവിടെ വെട്ടിപ്പൊളിച്ചതിന് ശേഷം പറഞ്ഞാൽ അവർക്ക് വേറെന്തോ നെവൽ ബേസിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കോൺട്രാക്ടർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 15 ദിവസമായിട്ട് കുടിവെള്ളമില്ല. 15 ദിവസമായിട്ട് കുടിവെള്ളമില്ല. ഒരു തരി വെള്ളം പോലും ഇല്ല. കാരണം ഇത്ര ദിവസം ജനങ്ങൾ ഇവിടുത്തെ ആളുകളെ, മെമ്പർമാരെയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിശ്വസിച്ച് 14 ദിവസം കാത്തിരുന്ന് ഇന്ന് വരും നാളെ വരും എന്ന് വെച്ചിട്ട് ഇവിടെ ഉള്ള വീട്ടിലെ ആളുകൾ സ്ഥിരമായിട്ട് കൂലിപ്പണിക്ക് പോകുന്ന എറണാകുളം മേഖലകളിൽ കൂലിപ്പണിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം പണിക്ക് പോകുന്നവരെല്ലാം അവരുടെ പണിസ്ഥലത്ത് ചെന്നിട്ടാണ് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വെള്ളമില്ല. വിദ്യാർത്ഥികളുണ്ട്, അവരുടെ യൂണിഫോം അലക്കാൻ പോലും ഇല്ലാത്ത രീതിയിലേക്ക്, കുടിവെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഓരോ ദിവസവും 25 ലിറ്ററിൻ്റെ ക്യാൻ മേടിച്ചിട്ടാണ് ഓരോ വീട്ടിലും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. AE വന്നിട്ടാണ് 2 മാസമായിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഇവിടത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ കോൺട്രാക്ടർമാരും ഇവിടുത്തെ മറ്റുള്ള അധികാരികളും തമ്മിലുള്ള കള്ളക്കളി കൊണ്ട് മാത്രമാണ്. അവരെ നിലക്ക് നിർത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ കോൺട്രാക്ട് എടുത്തേക്കണം. ഈ 1 വർഷത്തെ കോൺട്രാക്ട് എടുത്തേക്കുന്ന കോൺട്രാക്ടർമാരെ നിലക്ക് നിർത്താനോ അവരെ മര്യാദക്ക് പണിയെടുപ്പിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഒരു ദൂഷ്യഫലമാണ് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തൊരു വല്ലാത്ത ദുരിതം. ഒരു 14 ഇന്നൊരു നാളെ വരും മറ്റന്നൊരുന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും പറ്റിക്കുന്നതാണ്. എല്ലാവരും വെള്ളമില്ല എന്ന് പറഞ്ഞു. ചേച്ചിമാരോടും കൂടി ചോദിക്കാൻ, ചേച്ചി, അതൊരു കുടിവെള്ളം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ദുരിതം അവസ്ഥയാണോ? അതാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നത്? അവസ്ഥ തന്നെയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടുണ്ട്. ജോലിക്കാർക്ക് ഭക്ഷണങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അതുണ്ട്. വീട്ടമ്മമാരുടെ എത്രയോ അംഗങ്ങളുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയിട്ട് വേണമല്ലോ വീടില്ല കാരണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയാണെങ്കിലും തരണം ചെയ്ത് തരാതെ യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഇവിടുന്ന് പ്ലംബർമാർ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് പൊട്ടുന്ന സ്ഥലങ്ങളിൽ നോക്കി തുടങ്ങുമ്പോൾ അവരങ്ങോട്ട് ഞങ്ങൾക്ക് എവിടെയാണ് ഇതിൻ്റെ വാൽവിൻ്റെ കേടുപാട് എവിടെയാണെന്നും അറിയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഒഴിഞ്ഞ് മാറിപ്പോകും. ഇന്നും ഒരാൾ വന്നു. ഇന്നും ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പറഞ്ഞാൽ പണിക്കാർ അവർക്ക് കൃത്യമായിട്ട് കിട്ടണില്ല. ഇന്ന് വന്ന ആളും പറയണം പണിക്കാരില്ല, ഞാനൊരാളേ ഉള്ളൂ, കൂടെയുള്ള ആളിൻ്റെ കുട്ടി ആസ്പത്രിയിലാണ്, അയാൾ അങ്ങോട്ട് പോയി എന്നൊക്കെയാണ് പറയണത്. ഞങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായ ചോദ്യമാണ്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അല്ലേ, അതാണ് അവസ്ഥ. അതെ, നമ്മൾ 14 ദിവസമായി മാറി പോയത്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നമ്മളോട് വേറെ വാക്കാൽ പറയണ, അല്ലാണ്ട് ഇന്നേ വരെ ആ പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുന്നില്ല. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുന്നത്? തീരദേശ മേഖല കൂടി ആയതുകൊണ്ട് മറ്റൊരു മാർഗ്ഗവും ഇല്ല നമുക്ക് വെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും നാളും എല്ലാവരും ക്യാനിന് വെള്ളം മേടിക്കുക, അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കുക, അങ്ങനെയുള്ള രീതികളാണ് ചെയ്തിരുന്നത്. ഇവരോട് സംസാരിച്ച മറുപടി ഒന്നും? ഇവരോട് ഇപ്പോൾ നമ്മളിവിടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുത്തിയിരുന്നപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ ചെന്ന് നിന്ന് പണിയെടുപ്പിക്കാന്നുള്ളൊരു ഇതിൽ അയക്കണം. ഇപ്പോൾ വെള്ളം വന്നിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുള്ളൂ. അതെ, ഞങ്ങൾ പരിഹാരം ഉണ്ടായിട്ടേ പോകുള്ളൂ. അതെ, ഞങ്ങളുടെ ഒപ്പം വരും, അത് കഴിഞ്ഞ് പോയാൽ മതി എന്ന് തന്നെയാണ് പറയാനുള്ളത്. റോഷിനി, അതായത് ഈ പരിഹാരം ഉണ്ടായിട്ട് ഇവിടെ നിന്ന് പിരിയുകയുള്ളൂ, അതുവരെ ജീവനക്കാരും ഇവിടെ തുടരട്ടെ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ശരി, അപ്പോ അവരുടെ ഭാഗം കേൾക്കുമ്പോൾ 15 ദിവസമായി വെള്ളം കിട്ടിയിട്ടെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? ഇത് അധികൃതർ വളരെ വേഗത്തിൽ തന്നെ കണ്ണു തുറക്കേണ്ട വിഷയമാണ്. റിപ്പോർട്ടർ TV ആ പ്രതിഷേധത്തിനൊപ്പം അവരുടെ ആവശ്യങ്ങൾ വീണ്ടും ആ വിഷയത്തിലേക്ക് നമ്മൾ എത്തുന്നതായി